സംസ്ഥാനത്ത് കാലവർഷം കടക്കുന്നു. 11 ജില്ലകളിലാണ് റെഡ് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. രാത്രി മഴയിൽ സംസ്ഥാനത്ത് വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മഴക്കെടുതിയിൽ 8 വീടുകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. 285 വീടുകൾ ഭാഗികമായി തകർന്നു. 3 ക്യാമ്പുകളിലായി 47 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മൂവാറ്റുപുഴ വടക്കേക്കടവിൽ ഒഴുക്കിൽപ്പെട്ട് യുവാവിനെ കാണാതായി. കോഴിക്കോട് ജില്ലയിലും പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ, കൊച്ചിയിൽ നിന്ന് സൈഫുനീസ, കോഴിക്കോട് നിന്ന് രമ്യാദാസ് ആയിരുന്നു. ആദ്യം അർജുനിലേക്കാണ്. അർജുൻ, ഗുഡ് മോർണിംഗ്. മഴ സാഹചര്യമാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ അർജുൻ തന്നെ അപ്ഡേറ്റ് ചെയ്തതനുസരിച്ച് മഴ മുന്നറിയിപ്പുകളിലും നേരിയ രീതിയിൽ മാറ്റമുണ്ട്. അടുത്ത 3 മണിക്കൂർ കുറച്ചും കൂടി കടുക്കും മഴ, അങ്ങനെയാണല്ലേ? സേതു, തീർച്ചയായും സംസ്ഥാന വ്യാപകമായി ശക്തമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള മഴ ഇന്ന് പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് 11 റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതും സേതു ഇപ്പോൾ പറഞ്ഞതാണ്, അടുത്ത 3 മണിക്കൂർ എന്തായിരിക്കും എന്നുള്ളതാണ്. അത് ഏറെ നിർണായകവുമാണ്. അതായത് ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ അതിതീവ്രമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ശക്തമായിട്ടുള്ള ഇടിമിന്നലും ഈ മഴയ്ക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിലാണ് അടുത്ത 3 മണിക്കൂർ ശ്രദ്ധിക്കേണ്ടത്. അവിടെ റെഡ് അലേർട്ടിന് സമാനമായിട്ടുള്ള, അതായത് അതിതീവ്രമായിട്ടുള്ള മഴ ഈ 3 ഉണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. 50 കിലോമീറ്ററോളം വേഗത്തിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടെന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിലും മാറ്റമില്ല. മറ്റ് ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. അത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. അതായത് അതിശക്തമായിട്ടുള്ള മഴ, അതായത് സംസ്ഥാന വ്യാപകമായി ഇനി വരുന്ന മണിക്കൂറുകളിലും ഉള്ളത് അതിതീവ്രമോ അതിശക്തമോ ആയിട്ടുള്ള മഴയാണെന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. 7 മണിക്കാണ് ഈ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. 10 മണി വരെയുള്ള സാഹചര്യമാണ് അതിൽ പറയുന്നത്. അതിലെടുത്തു പറയേണ്ടതും ശക്തമായിട്ടുള്ള കാറ്റിനൊപ്പമായിരിക്കും മഴ, ഇടിമിന്നലും ഉണ്ടാകാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായിട്ടുള്ള കാറ്റ് ഉള്ളതാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, മരം വീണ് വീടുകൾക്ക് മുകളിൽ അപകടമുണ്ടാകുന്നു, അല്ലെങ്കിൽ മരം വീണ് ആളുകൾക്ക് പരിക്കേൽക്കുകയും മരണമുണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് അപകടങ്ങളുണ്ട്. ശക്തമായിട്ടുള്ള കാറ്റാണ് അതിൽ പ്രധാനപ്പെട്ടത്. അങ്ങനെ ശക്തമായിട്ടുള്ള കാറ്റിന് ഇന്നും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. 50 കിലോമീറ്റർ മണിക്കൂർ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്ന് പൊതുവെ സംസ്ഥാനത്തെമ്പാടും നല്ല മഴയാണ് ഉണ്ടാവുക. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വടക്കൻ ജില്ലകളിൽ അതിതീവ്രമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നത്. ഇന്നും ആ തരത്തിലാണ്. അത് തന്നെയാണ് അർജുൻ, നമുക്ക് വടക്കൻ ജില്ലകളിലെ സാഹചര്യങ്ങൾ കൂടി നോക്കണം. കാരണം മഴക്കെടുതികൾ ഒത്തിരി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. രമ്യാദാസിലേക്ക് പോകാം, കോഴിക്കോട് നിന്ന്. രമ്യ, ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് ഇപ്പോൾ റെഡ് അലേർട്ടാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന അടുത്ത 3 മണിക്കൂറും കോഴിക്കോടിനെ സംബന്ധിച്ച് നിർണായകമാണ്. കാലവർഷം പെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ വ്യാപകമായ മഴക്കെടുതികൾ, ഗതാഗത സ്തംഭനമൊക്കെയാണ് കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലത്തെ മഴ സാഹചര്യം എങ്ങനെയാണ് രമ്യ? സേതുലക്ഷ്മി, രാവിലെ ശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. കാരണം ഇന്നലെ മഴയോടൊപ്പം ശക്തമായ കാറ്റും ജില്ലയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് രാവിലെ ഈ കാറ്റിന് നേരിയ തോതിലൊരു ശമനമുണ്ട്. എന്നാൽ ശക്തമായ മഴയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയുണ്ട്. അതുപോലെ തന്നെ പുഴകളെല്ലാം, ഇരുവഴിഞ്ഞിപ്പുഴ, അതുപോലെ തന്നെ ചാലിയാർ ഉൾപ്പെടെയുള്ള പുഴകളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ താഴ്ന്ന മേഖലകളെല്ലാം തന്നെ വെള്ളക്കെട്ടിലാണ്. അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് പല മേഖലകളിലും തുടരുന്നത്. ഇന്നിപ്പോൾ റെഡ് അലർട്ടാണ് ജില്ലയിലുള്ളത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദ്രസകൾ, അതുപോലെ ട്യൂഷൻ സെൻ്ററുകൾ ഉള്ളവയ്ക്കാണ് ഈ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി തുടർച്ചയായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 4 മരണങ്ങളായിരുന്നു ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇന്നലെ ഷോക്കേറ്റ് 2 കുട്ടികളും, അതുപോലെ തന്നെ തെങ്ങ് വാഹനത്തിന് മുകളിലേക്ക് വീണ ഒരു ബൈക്ക് യാത്രികരും, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വടകരയിൽ കിണർ കുഴിക്കുന്നതിന് മണ്ണിടിഞ്ഞ് ഒരാളുമായിരുന്നു മരിച്ചിരുന്നത്. അത്തരം 4 മരണങ്ങളാണ് ജില്ലയിൽ ഈ തുടർച്ചയായിട്ടുള്ള 2 ദിവസത്തെ മഴക്കെടുതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ വലിയ തോതിലുള്ള വെള്ളക്കെട്ടും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും കാറ്റുള്ളതിനാൽ നിരവധി വീടുകൾക്കും 40ഓളം വീടുകൾക്കാണ് ജില്ലയിൽ സേഫായിട്ട് നിൽക്കുക. റെഡ് അലേർട്ടാണ് കോഴിക്കോട്. ഒത്തിരി മഴക്കെടുതികൾ വരുന്നു. ഈ മരങ്ങൾ വീണും മറ്റുമൊക്കെ വലിയ മഴക്കെടുതികളുണ്ട്. കൊച്ചിയിലേക്ക് കൂടി പോകാം. കൊച്ചിയിലും ഈ പറഞ്ഞ പോലെ റെഡ് അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. രാവിലെ മുതൽ തോരാ മഴയാണ് കൊച്ചിയിൽ. സൈഫുനീസ ഉണ്ട്. സൈഫുനീസ, ഗുഡ് മോർണിംഗ്. കൊച്ചിയെ സംബന്ധിച്ച് മഴ മാത്രമല്ല, കാറ്റും ഇടിയും മിന്നലും ഒക്കെ ഉണ്ട്.
തീർച്ചയായും നല്ല ഇടിമിന്നലുണ്ട് എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതൽ ഉള്ളത്. ഇന്ന് രാവിലെ മുതൽ മഴ തോരാതെ പെയ്യുകയാണ്. ശക്തമായ മഴ പെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷേ മഴ തോർന്നിട്ടില്ല. രാവിലെ മുതൽ ഈ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് മൂവാറ്റുപുഴ കോതമംഗലം ഭാഗത്ത് അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയാണ്. അടുത്ത 3 മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശിയടിക്കാനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അല്പസമയം മുമ്പ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ജില്ലയിൽ നിന്ന് റെഡ് അലർട്ടാണ്. ഇതുകൊണ്ട് തന്നെ അംഗൻവാടി മുതൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടും ഉണ്ട്. പക്ഷേ ഈ ജോലി ചെയ്യുന്നവർക്കൊന്നും തടസ്സമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരുപാട് പേർ ജോലി ചെയ്യാനൊക്കെ ആയി പോകുന്നുണ്ട്. ഈ കറുത്ത മഴയിലുമാണ് ഇവർ ജോലിക്കൊക്കെ പോകുന്നത്. ഇതിനിടെ ചില അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ മൂവാറ്റുപുഴ ആറിൽ വള്ളിക്കട വട്ടേക്കടവിൽ ഒരു ജോബി എന്ന് പറയുന്ന 42 വയസ്സുകാരനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുണ്ട്. ഇദ്ദേഹത്തിനാണ് തെരച്ചിൽ ഇന്നലെ രാത്രി വൈകിയും തുടരുകയായിരുന്നു. കണ്ടെത്താനായിട്ടില്ല. ഇന്നും തെരച്ചിൽ തുടരുമെന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ അപ്പോൾ കൊച്ചിയിലെയും കോഴിക്കോട്ടെയും തിരുവനന്തപുരത്തെയും നിലവിലെ മഴ സാഹചര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.